നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഗോത്ര താളം മുഴങ്ങി. മനോഹരമായ ആ താളത്തിനും തുടിക്കുമൊപ്പം കലാകാരികൾ നൃത്തം ചവിട്ടി. ഗോത്രകലയായ പണിയ നൃത്തത്തെ ആവേശത്തോടെയാണ് കാണികൾ സ്വീകരിച്ചത്. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നിന്നും ദേവിക ചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 63ാമത് സ്കൂൾ കലോത്സവത്തിന് അരങ്ങുണർന്നിരിക്കുകയാണ്. 9ാം വർഷം തലസ്ഥാന നഗരിയെ ആഘോഷ നഗരമാക്കി കലോത്സവം തലസ്ഥാനത്തെത്തിയപ്പോൾ ഇവിടെ ഗോത്ര വിഭാഗത്തിലെ 5 കലകൾ കൂടി ഇത്തവണത്തെ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2ാം ദിനമായ ഇന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ അരങ്ങേറിയത് പണിയ നൃത്തമാണ്. പ്രകൃതിയുമായി അഭേദ്യമായ ബന്ധം സൂക്ഷിക്കുന്നവരാണ് ഗോത്രവർഗ്ഗക്കാർ. നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങൾ കാണാം. നമ്മളോടൊപ്പം MGM NSS ലാക്കോട്ടൂരിലെ വിദ്യാർത്ഥികളും ചേരുന്നുണ്ട്. ആദ്യം അവരുടെ ആശാനായ വയനാട്ടിൽ നിന്നുള്ള കലാകാരൻ ഉണ്ണിയോട് ചോദിക്കാം, ഈ കലാരൂപത്തെ പറ്റി എന്നാണ് പറയുക. ഈ കലാരൂപത്തെ പറ്റി പറയാമെന്ന് വെച്ചാൽ, ഞാൻ പണിയ സമുദായത്തിൽപ്പെട്ടൊരു ആളാണ്. ഈയൊരു കല എന്ന് പറയുമ്പോൾ നമ്മൾ 2 തരത്തിലാണ് ഈ കലയെ നമ്മൾ വേദിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് കമ്പളനാട്ടി, പണിയ, അതായത് വട്ടക്കളി എന്നും പറയാറ് കുറവാണ്. എന്നാൽ വേദിയിലേക്ക് വന്ന ടൈമിൽ വട്ടത്തിൽ നിന്നുള്ള കളിക്കുന്നത് കൊണ്ടാണ് പിന്നെ ആ വട്ടക്കളി എന്ന പേര് കൊടുത്തത്. കോരിക്കളി എന്നും പറയാറുണ്ട്. പിന്നെ കമ്പളനാട്ടി എന്ന് വെച്ചാൽ ഞാറ് നടുക. ആ ഒരു സീസൺ, കമ്പളനാട്ടി ആ ഒരു സീസണിലാണ് നമ്മൾ വയലുകളിൽ ഈ കമ്പളനാട്ടി അവതരിപ്പിക്കുന്നത്. ഗോത്ര സമുദായത്തിൻ്റെ പാട്ടുകൾക്ക് പ്രകൃതിയുടെ താളവും ജീവൻ്റെ താളവുമുണ്ട്. നമുക്ക് ഇവരുടെ നൃത്തച്ചുവടുകൾ കാണാം. ಇದರ ಬಲಿಯ ವರಿಕ ಚಕ್ಕೆ ನೇಮ ಪೊಣ್ಣೆ ಕುಂಜೆ ಇದರ ಬಲಿಯ ಉರ್ಲನ ಪುಡ ನೇಮ ಪೊಣ್ಣೆ പോയെ പുലിമടയാ മടേ പരമ്പരാഗതമായ വേഷവിധാനങ്ങൾ തന്നെ ഇതിൽ ഉൾപ്പെടുത്തണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അല്ലാതെ ഇപ്പോഴത്തെ ജനറേഷൻ ഉപയോഗിക്കുന്ന തരത്തിലുള്ള കമ്മലോ മാലയോ ഒന്നും ഉപയോഗിക്കേണ്ട. പാരമ്പര്യമായിട്ട് അവർ പിന്തുടർന്നു വന്നിരിക്കുന്ന എന്താണോ ആചാരം ചെയ്തിരിക്കുന്ന അനുഷ്ഠാനങ്ങൾ എന്താണോ അത് തന്നെ ചെയ്യണമെന്നാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത്. അതിനനുസരിച്ചാണ് ഇവരുടെ കമ്മലും മാലയും എല്ലാം കൊണ്ടുവന്നത്. അവരുടെ കമ്മൽ എന്ന് പറയുന്നത് മെഴുക് കൊണ്ട്, അതായത് തേനീച്ചയുടെ മെഴുക് എടുത്തിട്ട് അതിലേക്ക് കുന്നിക്കുരു ഉറപ്പിച്ച് വെച്ച്, അതുപോലെ തന്നെ ഓല, കൈതയുടെ ഓല വാട്ടി ചുറ്റി ഉണ്ടാക്കുന്നതാണ് ഈ കമ്മലെന്ന് പറയുന്നത്. മാലയാണേലും കല്ല് ഉപയോഗിച്ച് നാണയം കൂടി ഉൾപ്പെടെ ഉണ്ടാക്കുന്നതാണ് മാലയും. അതുപോലെ ഈ വേഷവിധാനം അവർ പണ്ടുള്ള ആൾക്കാർ ഉപയോഗിച്ച് വന്നിരിക്കുന്ന രീതിയിലുള്ള കെട്ടി ഉടുത്തിരിക്കുന്ന, അതായത് ഡബിൾ മുണ്ട് കെട്ടി ഉടുത്തിരിക്കുന്ന രീതിയിലുള്ള വേഷവിധാനമാണ്. പിന്നെ അവർക്ക് പട്ട് ഉപയോഗിക്കാറുണ്ട്. അത് കറുത്ത പട്ടും ചുമലപ്പട്ടും ഉപയോഗിക്കുന്നവരുണ്ട്. നമ്മളിവിടെ കറുത്ത പട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഇവരുടെ ഈ ചുവടുകളിലെ ആവേശം തന്നെയാണ് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ പണിയ നൃത്തം കാണികൾ ഇത്രയേറെ ആവേശത്തോടെ സ്വീകരിക്കാൻ കാരണമായത്. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നിന്നും ക്യാമറാമാൻ സുരേഷിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.